ഹായ് ഫ്രണ്ട്സ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 10, 8, 6, 4 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമാന്തര ശ്രേണി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവസാനത്തെ പദം തന്നിട്ടില്ല. അപ്പൊ 10 പദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 10 പദങ്ങളിൽ ഏറ്റവും അവസാനത്തെ പദം തരാത്തത് കൊണ്ട് പദങ്ങളുടെ തുക കാണാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഏതാണ്? അവസാന പദം തന്നിട്ടില്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ പദം കാണാൻ പദങ്ങളുടെ തുക കാണാനായിട്ട് Sn = n/2 × 2a + n-1 × d. ഇവിടെ n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണമാണ്, a എന്ന് പറയുന്നത് ആദ്യ പദമാണ്, d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്ത് വേണം നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഫോർമുല ആദ്യം തന്നെ ഇവിടെ കൊടുക്കാം. Sn = n/2 × 2a + n-1 × d. ഇനി നമുക്ക് ഇവിടെ എ എന്താണെന്ന് അറിയണം, ഡി എന്താണെന്ന് അറിയണം, എൻ എന്താണെന്ന് അറിയണം. ഓക്കെ അല്ലേ? അപ്പൊ എ എന്ന് പറയുന്നത് ആദ്യ പദമാണ് അല്ലെ? നമ്മുടെ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എന്ന് പറയുന്നത് ഏതാണ്? 10 ആണ്. എ = അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലെ? എക്ക് നമുക്ക് 10 എന്ന് കൊടുക്കാം. ഇനി ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ് അല്ലെ? രണ്ടാം പദം മൈനസ് ആദ്യ പദം ചെയ്യുമ്പോഴാണ് പൊതുവ്യത്യാസം കിട്ടുക. അപ്പോൾ 8 വേണം ഏത് മൈനസ് ചെയ്യാൻ? 10 കുറയ്ക്കാനായിട്ട്. അപ്പൊ 10 8 കുറയ്ക്കാൻ പറഞ്ഞാൽ 2 ആണ് കിട്ടുക അല്ലെ? ഇനി തിരിച്ചാണ് പറയുന്നതെങ്കിൽ -2 ആയിരിക്കും ഉത്തരം വരിക. ഓക്കെ, അപ്പൊ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കാൻ പറയുമ്പോഴെല്ലാം നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അപ്പൊ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സംഖ്യ കൊടുത്തിട്ട് വേണം അതിന്റെ വ്യത്യാസം എഴുതാനായിട്ട്. ഓക്കെ അല്ലേ? ഇനി n എത്രയാണ് ഇവിടെ? n എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണമാണ്. അപ്പൊ ഇവിടെ 10 പദങ്ങളുടെ തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ കണ്ടുപിടിക്കാൻ. അപ്പൊ എണ്ണം എത്രയാണ്? 10. അപ്പൊ ഇവിടെ എയും 10 ആണ്, എന്നും 10 ആണ്, d -2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇട്ട് കൊടുക്കാം. n പകരം 10 ഇട്ട് കൊടുക്കാം. 10/2. ഇനി ബ്രാക്കറ്റിന്റെ അകത്ത് 2a + n-1 × d ആണ്. അപ്പൊ 2a എന്ന് പറയുമ്പോൾ 2ഉം എയും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ a 10 അല്ലേ? അപ്പൊ 2 × 10 പ്ലസ് n-1 × d. n-1 എന്ന് പറയുമ്പോൾ 10 - 1 ഇൻറ്റു d. ഇൻറ്റു d ആണ്. അപ്പൊ ഇൻറ്റു ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തു -2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി, നമ്മുടെ ആൻസർ ആവും. 10/2 എന്ന് പറയുമ്പോൾ 10ന്റെ പകുതി 5 അല്ലേ? 5 എഴുതി. ഇനി 2 × 10 എത്രയാണ്? 20 എന്ന് കിട്ടും അല്ലെ? ഇനി പ്ലസ് അടുത്ത ഇവിടുത്തെ ആൻസർ എന്താ വരിക നോക്കിക്കേ. 10 - 1 ആദ്യം ചെയ്യാം. 10 - 1 എത്രയാ? 9. ഇൻറ്റു ഏത് ചെയ്യണം? -2. 9 × 2 എത്രയാ? 18 അല്ലേ? ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 9 - 2 ചെയ്യരുത്. 9 ഇൻറ്റു -2. അപ്പൊ ഇൻറ്റു ആണ് എന്നുള്ളത് ഓർത്തോണം. 9 × 2 ചെയ്യുമ്പോൾ 18. ഇനി ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ? -18. മൈനസ് ഉള്ളത് കൊണ്ടാണ് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ തെറ്റിക്കാതിരിക്കാനാണ് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തത്. ഇനി അടുത്ത് എന്താ വരിക? 5 അതുപോലെ കൊടുത്തു, 20 അതുപോലെ എഴുതി. 2 സൈൻ അടുത്തടുത്തല്ലേ വന്നേക്കുന്നു നോക്കിയേ. പ്ലസും പ്ലസിന്റെ അടുത്തായിട്ട് നെഗറ്റീവ് സൈനും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് സൈനാ വരിക? പ്ലസും മൈനസും ആണെങ്കിൽ മൈനസ് സൈൻ ആയിരിക്കും വരുന്നത്. പിന്നെ ഏതാ? 18. ഓക്കെ അല്ലെ? പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈന് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ -18 എന്ന് എഴുതാം. ഇനി എന്താണ് ആൻസർ? 5 × 20 - 18 എത്ര കിട്ടും? 2 അല്ലേ? ഇനി എന്താ? 5 × 2 ചെയ്താൽ മതി, ആൻസർ ആയി. 5 × 2 എത്രയാ? 10. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.